കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് വീണ്ടും ഇ.ഡി. സമൻസ് നൽകും. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. കരുവന്നൂർ തട്ടിപ്പ് നടക്കുമ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ. ശ്രീകാന്ത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കരുവന്നൂർ കേസിന്റെ അന്വേഷണം അത് ഒരു വഴിയിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇ.ഡിയുടെ ഈ പുതിയ നീക്കം അത് ഏത് പശ്ചാത്തലത്തിലാണ്? ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടന്ന തട്ടിപ്പ് ആണ് എന്ന നിലയിലേക്കാണോ ഇപ്പോൾ എം പിയെ വിളിച്ചിരിക്കുന്നത്? ഈ ചോദ്യം ചെയ്യലിനോട് എങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചിരിക്കുന്നത്? ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 17-ാം തീയതി ഒരു പക്ഷേ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധ്യതയുണ്ട്. പാർട്ടിയുമായി ആലോചിച്ചായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഇ.ഡി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഒരു സമൻസ് ഇന്ന് തന്നെ അയക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവർ ആ നടപടികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകണം. ഈ മാസം 17-ന് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ സമൻസ് അയക്കുമെന്നാണ് ഇ.ഡി വൃത്തങ്ങൾ പറയുന്നത്. ബുധനാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് ഇ.ഡി കെ രാധാകൃഷ്ണന് സമൻസ് അയച്ചിരുന്നു. എന്നാൽ ഈ സമയത്ത് അദ്ദേഹം ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. ഇത് ഇ.ഡിയെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. 17-ന് അദ്ദേഹം സ്വമേധയാ തന്നെ ഇ.ഡിക്ക് മുന്നിലേക്ക് എത്തും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ വിവരം കിട്ടുന്നുണ്ട്. അദ്ദേഹം അത് ഇ.ഡിയെ അറിയിച്ചു എന്നും വിവരമുണ്ട്. സമൻസ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ കെ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അതേസമയം തന്നെ കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പെല്ലാം നടന്നത് എന്ന് ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാതെ മാറ്റി നിർത്താനാകില്ല എന്ന നിലപാടിലാണ് ഇ.ഡി ഉള്ളത്. സ്വാഭാവികമായും ചോദ്യം ചെയ്യൽ വേണ്ടിവരും. അത് ഈ CPIMന്റെ സ്വത്ത് വകകളടക്കം ഇ.ഡി നേരത്തെ കണ്ടെത്തുക കൂടി ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഈ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത്. കേസിൽ അന്തിമ കുറ്റപത്രം ഈ മാസം തന്നെ ഇ.ഡിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിനാൽ ഒരു മാറ്റി നിർത്തൽ ഉണ്ടാകില്ല. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് പോകാനായിരിക്കും കേന്ദ്ര ഏജൻസി ശ്രമിക്കുക.